അതുപോലെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ലിസ്റ്റ് ചെയ്തതാണ്. ഉം. ഓക്കെ, അത് ഉം. ഇതിപ്പം എത്ര സമയമായിട്ടുണ്ടാവും? ഇന്നിപ്പോൾ 10-ാം തീയതി അല്ലുണ്ട്, 10/7/2026 3:26, അതായത് ഒരു 30 മണിക്കൂറോളം ആയിട്ടില്ല ആ പ്രൊഡക്റ്റ് ഇവിടെ ഓർഡർ വന്ന് കിടക്കുന്നുണ്ട്. ഉം. ഓക്കെ, ഈ പ്രൊഡക്റ്റിന് ബ്രാൻഡ് ആ ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ട്രസ്റ്റ് ബിൽഡ് ചെയ്യും ഉം, ബയേഴ്സിന് എന്നാണ് സാർ അല്ലേ? അതെ അതെ, ബ്രാൻഡ് നെയിം ഓക്കെ. ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു രണ്ട് ട്രസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ. ഓക്കെ, രണ്ട് ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന്, ഈ ബ്രാൻഡ് നെയിം പ്രിന്റ് ചെയ്ത് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതല്ലാത്ത പക്ഷം നമ്മൾ ഈ യൂണിറ്റ് മൊത്തം യു എയിലേക്ക് എത്തിച്ചിട്ട് പിന്നെ നമ്മളുള്ള ലൊക്കേഷൻ എവിടെയാണോ അവിടെ ഫിസിക്കലി നമ്മൾ തന്നെ ഇരുന്നിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ അതിനുണ്ട്. ഒരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് വർക്ക് ഉള്ളത് കൊണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ജനറിക് ലിസ്റ്റിംഗ് നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് പിന്നെ അത് ആമസോൺ നമ്മളെ അതിൽ നിന്ന് ഔട്ട് ആവുകയോ അല്ലെങ്കിൽ ഇൻ കേസ് നമുക്ക് ബ്രാൻഡായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ പുതിയൊരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ലിസ്റ്റിംഗ് തുടങ്ങുമ്പോൾ അത്രയും കാലം നമ്മൾ ഏൺ ചെയ്ത കുറേ റിവ്യൂസ് റേറ്റിംഗ് ഇതെല്ലാം ആ ജനറിക് ലിസ്റ്റിംഗിലായിരിക്കും. അത് അങ്ങനെ പോയി കിട്ടും അല്ലെ? അതല്ല ഇതിലൊരു ചലഞ്ച്. അതെ, അത് തന്നെയാണ് ചലഞ്ച്. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് നമ്മളൊരു ബ്രാൻഡ് നെയിമിൻ്റെ അണ്ടറിലായിരിക്കണം ലിസ്റ്റ് ചെയ്യുന്നത്. ബ്രാൻഡ് നെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രത്യേകിച്ച് ഒരു റിസ്ക് ഇല്ല. ഇപ്പോൾ ചൈനയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് ഇവിടെ എത്തിക്കുക, ആ ഒരു ഓക്കെ. ഏത് ബ്രാൻഡിലാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രൈവറ്റ് ലേബിലാണോ ഉദ്ദേശിക്കുന്നത് ആ പ്രൈവറ്റ് ലേബിൾ പ്രൊഡക്റ്റ് ഇവിടെ എത്തിക്കുന്നു. ആ പ്രൊഡക്റ്റ് ഓക്കെ. ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ ബ്രാൻഡ് അപ്രൂവൽ കൊടുക്കുന്നു, പേരാവുന്നു. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് പേരും ഇല്ലെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ഇവിടേക്ക് എത്തിക്കുക. ഇപ്പോൾ എന്തായാലും ഉദാഹരണത്തിന് ഒരു ഗ്ലാസ്, ഓക്കെ, ഒരു ഗ്ലാസ്സാണ് നമുക്ക് സെല്ല് ചെയ്യണമെന്നെങ്കിൽ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, ഇതിപ്പോൾ എന്താണ് പ്രിന്റ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ബ്രാൻഡ്. ബ്രാൻഡ്, അതെ അതെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ. ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് UV പ്രിന്റിങ്ങോ അല്ലെങ്കിൽ സ്റ്റിക്കർ പ്രിന്റിങ്ങോ അടിച്ചു കഴിഞ്ഞാൽ ഇതിന് എന്താ പേര് കിട്ടി, ബ്രാൻഡ് നെയിം കിട്ടി. ഓക്കെ. ഓക്കെ, മൂന്നാമത്തത് വരുന്നത് അതിൻ്റെ ബെനിഫിറ്റുകളാണ്, പ്രീമിയം ക്വാളിറ്റി, എന്താണ് അതിൻ്റെ ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ. നാലാമത്തെ ലൈഫ് സ്റ്റൈൽ ഇമേജസ് ആണ്. കണ്ടോ, ഇങ്ങനെ പുഷപ്പ് ചെയ്യുന്നു, 2-3 പൊസിഷനിൽ അത് വെക്കാം. ഒരു ഡൗട്ട്, ഈ ഉം. ഇമേജസ് എല്ലാം സാർ ബിൽഡ് ചെയ്തിരിക്കുന്നത് AI ത്രൂ ആണോ അതോ ഗ്രാഫിക് ഡിസൈനർ ത്രൂ ആണോ? ഇനി ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഓക്കെ. ഈ 2 ഫോട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ, ഓക്കെ. ക്ലിയർ? അത് ക്ലിയർ ആയി. പക്ഷെ ഞാൻ ഇത് ഒന്ന് വെച്ച് സൂം എങ്ങനെ അത് പറയൂ, ബിൽഡ് ചെയ്തു ആ ഒരു ലിസ്റ്റിംഗ്? പറയാം. ഞാൻ സൂം ചെയ്യുന്നുണ്ട്, പ്രൈസ് കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നോക്കൂ, ആ. ഈ ഒരു ഷോപ്പിൽ പോയിട്ട് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തത് ഇത്രയേ ഉള്ളൂ, 2 ഫോട്ടോ. ഓക്കെ, എനിക്കത് പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് പ്രൈസിന്റെ ഫോട്ടോ എടുത്തു. ഓക്കെ. പുഷപ്പ് ബോർഡ് കഴിഞ്ഞു, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, എനിക്ക് സ്റ്റോക്കായി. ഓക്കെ. ഓക്കെ, ഓക്കെ. ആ പ്രൊഡക്റ്റ് ഇവിടെ ഓർഡർ വന്നത് എത്രക്ക് അറിയാം? എത്രയാ? 100, 200, അല്ലേ? 230% ആകുമ്പോൾ എനിക്ക് ഒറ്റ പെർസെന്റേജ് കിട്ടി. പ്രൊഡക്റ്റിന് പ്രോഫിറ്റ് കിട്ടി. അതെ അതെ. ഓക്കെ, ഇതിൽ എനിക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് വന്നിട്ടുള്ള? ഒന്നുമില്ലല്ലോ. ഞാനൊരു 10 പ്രൊഡക്റ്റ്. മിനിറ്റ് പ്രൊഡക്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം പോയി, പ്രൊഡക്റ്റ് ഫോട്ടോ എടുത്തു, നല്ല രൂപത്തിൽ അത് ലിസ്റ്റിംഗ് ചെയ്തു. ഇവിടെ ഇതാ ഒരു 24 hours ആവുന്നേ ഉള്ളൂ, ഓർഡർ വന്നു തുടങ്ങി. ഇതിൽ ഈ SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഇത് നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തത് കൊണ്ടാണ് വിത്തൗട്ട് അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് ഓർഡർ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ഇതുണ്ട്, കോമ്പറ്റീഷൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതെ അതെ, അതിൽ ബീറ്റ് ഏത് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അത് എത്രത്തോളം ഞങ്ങളുടെ അത് കീവേഡ്സും സെർച്ചിങ്ങും കാര്യങ്ങളും ഇരുന്ന് നോക്കുന്നോ അതിനനുസരിച്ച് അത് മുന്നിലോട്ട് വരും. നല്ല രൂപത്തിൽ ഒപ്റ്റിമൈസ് ചെയ്യാം. ഓക്കെ സാർ. ഞാൻ US ഞാനൊരു കേസ് പറഞ്ഞിരുന്നില്ല. US ഞാൻ ഓൾറെഡി ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എനിക്ക് അത്യാവശ്യം ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട്, കുഴപ്പമില്ല. ഉം, അപ്പൊ ഞാൻ ഉം, ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് MPL അറിയണ്ടായിരുന്നു. പിന്നെ സാറിന്റെ ഉം. ക്ലാസ് അറ്റൻഡ് ചെയ്തതിനെ തൊട്ടാണ് എനിക്ക് ചെറിയൊരു ഐഡിയ പോലും വന്നത്. പിന്നെ കുറേ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, കണ്ട് കണ്ട് കൺഫ്യൂസ്ഡ് ആവാന്നല്ലാതെ നമുക്ക് എന്തൊരു ഔട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇത് ബുക്ക് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. എനിവേ, താങ്ക് യു. ഇത് എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻസ്. ഓക്കെ, ക്ലിയർ ആയി. അതെ 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 സർ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ആ, ഇല്ല സാർ, ഇല്ല. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.